ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ ഏതൊരു ഇമോഷണൽ സ്റ്റേജിൽ നിൽക്കുന്ന കറക്റ്റ് ആ അത് സാധനം വരും കൊണ്ടുവന്ന് വരും. നമ്മളെത്തിക്കും. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ അപകടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കേട്ടോ. കാരണം എന്താണ്? അപകടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉം. ഓരോ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രമുള്ള ഗ്രൂപ്പുകൾ. ഓക്കെ. അവർക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്, യൂട്യൂബ് വീഡിയോകൾ അവരെ തന്നെ ഉം. ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇടുന്ന വീഡിയോകളുണ്ട്. ഓക്കെ. ഇവർ ഈ കാണുന്ന സാധനം തന്നെയാണ് വീണ്ടും 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 അവർ കാണുന്നത്. ഇപ്പം അതെ. നമ്മൾ പറഞ്ഞാൽ പല ഗ്രൂപ്പുകളുണ്ട്, ഓപ്പണായിട്ട് പറയും. ഇപ്പോൾ സംഖ്യയാണെങ്കിലും സുഡാപ്പിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും ഉം. ക്രിസംഖ്യയാണെങ്കിലും ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്. ഉം. അപ്പോൾ ഇവരുടെ അടുത്ത് വരുന്നത് ഈ സംഭവം മാത്രമാണ്. അപ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നത് ഇത് മാത്രമാണ് ശരിയെന്നാണ്. വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലാതായി പോവുകയാണ്. അത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ഒരാൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ആണെങ്കിലും അത് ശരിയാണ്. പക്ഷേ ഈ ഐഡിയാസിൻ്റെ കാര്യത്തിൽ ഈ ഒരാൾക്ക് വേണ്ടത് മാത്രം ഫീഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് പല സ്ഥലത്തും ജനാധിപത്യത്തിലും അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. ഇപ്പം റിലേഷൻഷിപ്പ്, അതിപ്പോൾ സൗഹൃദമായാലും നമ്മളൊരു റിലേഷൻഷിപ്പ്, ഒരു അച്ഛനമ്മ റിലേഷൻഷിപ്പ് എന്തായാലും അതിലെങ്ങനെ ഒരു ടോക്സിക് എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുക? സ്റ്റിൽ ഇപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അയ്യോ ഉണ്ടോന്നോ? ഇഷ്ടം പോലുണ്ട്. അത് നേരത്തെ ഒത്തിരി കൂടുതലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു റീലിനകത്ത് എന്തല്ല ഒരു ചായ കുടിച്ച് വന്ന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ അങ്ങോട്ട് കാശും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഒരു ഡയലോഗുണ്ട്. എന്തൊക്കെ വന്നാലും നീ പിടിച്ച് നിന്നോണമെന്ന്. എവിടെ പിടിച്ച് നിൽക്കുക എന്ന് ചോദിക്കുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ എത്ര വേണമെങ്കിലും റീൽ ചെയ്യാം, പ്രതികരിക്കണം, ഇറങ്ങിപ്പോരണം, സ്വന്തം കാര്യം നോക്കണം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സാഹചര്യങ്ങളിൽ വന്ന് പെട്ട് കഴിഞ്ഞ് കുട്ടികളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊന്നും അങ്ങനെ ഇറങ്ങിപ്പോരാൻ അസാധാരണമായിട്ടുള്ള ധൈര്യമുള്ളവർക്കൊക്കെ അത് പറ്റത്തുള്ളൂ. ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും നല്ല സപ്പോർട്ടും വേണ്ടതാണ് ആ സമയത്ത് അവിടെ നിന്ന് ഹീൽ ചെയ്യാനായിട്ട്. ഫാമിലി സപ്പോർട്ട് ചെയ്യുകയല്ല, ബ്ലെയിം ചെയ്യുകയായിരിക്കും. ഫാമിലിക്ക് അവരൊരു ബേർഡനായിട്ട് കാണും. സൊസൈറ്റിക്ക് അത് തന്നെ കരിവാരിത്തേക്കുന്നതിനും കല്ലെടുത്തെറിയുന്നതിനുമാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരങ്ങ് തീരുമാനിക്കും, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. അവർ കണ്ടിട്ടുള്ള അവസ്ഥകൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ സിംഗിൾ ലൈഫ് ആണെങ്കിലും നിങ്ങൾ മാരി ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പം ഫീൽ ചെയ്യുന്നു, തോന്നുന്നു, അനുയോജ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പുള്ളവരെല്ലാം ജീവിച്ച പോലെ തന്നെ അതേ പാറ്റേണിൽ നമ്മൾ ജീവിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സ്റ്റേബിൾ ആണെന്ന് തോന്നി, ഓക്കെ എനിക്കിനി ഒരു പാർട്ട്ണർ വേണം, എന്നിട്ട് ആ പാർട്ട്ണർ ഇല്ലാതായാലും എനിക്ക് നിൽക്കാനും പറ്റും എന്നുള്ളൊരവസ്ഥയിലൊക്കെ ആയിക്കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്.